കഴിഞ്ഞൊരു മാസം ഏതമോൻ നഴ്സറിയിൽ പോയത് വളരെ ചുരുക്കം ദിവസങ്ങളെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2-3 ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ മാസത്തെ ഫീസ് നമ്മൾ ആദ്യം തന്നെ അടയ്ക്കുമല്ലോ, അതുകൊണ്ട് കഴിഞ്ഞ മാസത്തെ ഫീസ് വെറുതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ചുമയും കഫക്കെട്ടായതുകൊണ്ട് അവന് നഴ്സറിയിൽ ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി എന്ന് പറയാൻ പറ്റില്ല. ഇവർ മരുന്നും കഴിക്കണില്ല, നെബുലൈസും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്താലല്ലേ മാറുള്ളൂ. എന്നാലും മുമ്പത്തേക്കാളും കുറച്ച് കുറവായതുകൊണ്ട് ഇപ്പം ഈ ദിവസങ്ങളിൽ അവനെ വീണ്ടും നഴ്സറിയിൽ വിട്ടു തുടങ്ങിയിട്ടോ. അങ്ങനെ കൊച്ച് 2 ദിവസം പോയി. 3-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ ചെക്കന് ചെറിയൊരു മടിയായി തുടങ്ങി. അപ്പോൾ ആ മടിയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും പിന്നാലെ നടന്ന് കുറേ കൊഞ്ചിച്ച് ലാളിച്ചൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്താൽ വാശിയായിരുന്നു സ്കൂളിൽ പോലാന്ന്. അവസാനം ഞാൻ എൻ്റെ ഒരു അടവങ്ങെടുത്തു. വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നറിയോ? പപ്പ പാവം ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കിയിട്ട് പൊന്നുവിനെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പപ്പ ഫീസൊക്കെ അടച്ചു. എന്നിട്ട് പൊന്നു പോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയ്ക്ക് വിഷമാവൂലേ? പപ്പ അതുകൊണ്ട് അവിടെ ഇരുന്ന് കരയാണ്. പാവം പപ്പ അല്ലേ? എന്തിനു പോലീസ് പിടിക്കണേ? നീ സ്കൂളിൽ പോവാത്ത കാരണം പപ്പനെ പോലീസ് പിടിച്ചു. പൊന്നു സ്കൂളിൽ പോവോ? എന്നാ പോലീസിനോട് പറ ഞാൻ സ്കൂളിൽ പൊക്കോളാന്ന് പറ. എന്റെ പപ്പേനെ വിടാൻ പറ. എന്റെ പപ്പയാന്ന് പറ. വിടൂല്ലേ? പൊന്നു സ്കൂളിൽ പോവെന്ന് പറ. എന്റെ മോന് സ്കൂളിൽ പോവും. ഞങ്ങളുടെ പപ്പേനെ ഇങ്ങോട്ട് വിട്ടേ. ഇല്ലേ? സ്കൂളിൽ പോണ വീഡിയോ കാണിച്ചു തരാട്ടാ, എന്നിട്ട് വിട്ടാ മതിട്ടാ. ഞങ്ങളിപ്പോ സ്കൂളിൽ പോവട്ടാ. എന്റെ മോനിപ്പോ സ്കൂളിൽ പോയിട്ട് പഠിക്കും അല്ലേ? ആ, അമ്മ പുറത്തുണ്ടാവൂട്ടാ. ആ, കൊച്ചു സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടാ. പപ്പ കരയണ്ടാട്ടാ, കൊച്ചു പോയിക്കോളും. പപ്പ പാവം അല്ലേ? പപ്പ കരയണ്ടാന്ന് പറ. ഉറക്കെ പറ. ആ, പപ്പയ്ക്ക് പൊന്നുണ്ട് കേട്ടാ. പപ്പേനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ കടപ്പുറം ഇളകും. പക്ഷെ പപ്പയുടെ മുമ്പിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. പപ്പ എങ്ങാനും ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും രണ്ടുപേർക്കും. പ്രത്യേകിച്ച് ഏതമോനും കേട്ടോ. ഏതമോനും ചാച്ചനും നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീരിയും പാമ്പുമാണ്. പക്ഷേ ചാച്ചൻ എങ്ങാനും നമ്മുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ അന്വേഷണം പപ്പേനെയായിരിക്കും. ഇപ്പം തന്നെ നഴ്സറി പോവാത്തത് കൊണ്ട് പപ്പേനെ പോലീസ് പിടിച്ച് വെച്ചേക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതേ ചെക്കൻ ഉടുത്തൊരുങ്ങി ഇറങ്ങിയേക്കണത് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, എന്തൊക്കെ അടവുകൾ എടുത്താലാണല്ലേ പിള്ളേരെ നമുക്ക് സ്കൂളിലൊന്ന് വിടാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ദിവസം മടി കാണിക്കുമ്പോൾ ഞാൻ എന്തടവെടുക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത് തന്നെ. എന്തായാലും ചെക്കൻ ഹാപ്പി ആയിട്ട് നഴ്സറി പോയിട്ടുണ്ടായിരുന്നു. നമുക്കത് മതി. ആരൊക്കെ പോലീസ് പിടിച്ചെന്ന് കഥ മെനഞ്ഞെടുത്ത് കഴിഞ്ഞാലും ചെക്കൻ പോയോ അത് മതി. അതിന് ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഡോണുവിന് ഇവിടെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. ചേട്ടൻ വന്നു കഴിഞ്ഞാലോ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.